കേക്കക്കര സാറേ, ഇപ്പോൾ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് 18 നോക്കാൻ സമ്മതിക്കുന്നില്ല. ആണോ? നമുക്ക് നോക്കാം സിസ്റ്റർ. ചെറിയ സ്പാനർ ഇങ്ങോട്ട് എടുക്കൂ, ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ ഒന്ന് ഏറ്റി നോക്കട്ടെ. വേണ്ട. പേടിക്കണ്ട, പെട്ടെന്ന് കഴിയും. വേണ്ട. അല്ല, നമ്മൾ കണ്ണിന്റെ പ്രഷർ കൂടിയിട്ടാണല്ലോ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ എടോ തന്നോടല്ലേ പറഞ്ഞ വേണ്ടാത്. ഇത് എവിടുന്ന് വന്നത് പന്നി? ആ എന്നാ എന്റെ ഏറ്റി ഒന്ന് നോക്കിയേക്ക്, പ്രഷർ കൂടുതലാണോ എന്ന് അറിയാലോ. ഓ ചേട്ടനോട് ഞാൻ അരമണിക്കൂറായി 16 പ്രാവശ്യം ചോദിക്കല്ലേ ഏട്ടി നോക്കട്ടെ ഏട്ടി നോക്കട്ടെ എന്ന്. അല്ലാതെ അക്ഷരം മാറി പോയിട്ടൊന്നും ഇല്ലല്ലോ. എനിക്കിങ്ങനെ എപ്പോഴും കുനിയാനും ഇരിക്കാനൊന്നും പറ്റില്ല. ഞാൻ പഴയ ജിംനീസിയാ. വേഷം കെട്ടിയെടുക്കാൻ എന്താ ഇവിടെ? എന്റെ രാമൻകുട്ടി, ഞാൻ ഈ മഹാനുഭാവനോട് 1000 പ്രാവശ്യം ചോദിച്ചതാ ഏട്ടി നോക്കട്ടെ ഏട്ടി നോക്കട്ടെ എന്ന്. അപ്പോഴേ അവന്റെ അമ്മ പോട്ടെ. അല്ല, അവന്റെ അമ്മയുടെ ഗ്ലോക്കോമ കഴിഞ്ഞ 10 വർഷമായിട്ട് ചികിത്സിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഡോക്ടറെ, എന്റെ ഓക്സിജൻ തീർന്നു. അടുത്ത ബെഡിലെ രോഗിനെ എടുത്ത് വെക്കടോ. ഓരോരുത്തർ വലിച്ച് ലങ്സും കരിച്ചു വന്നോളും. പോട്ടെ സാറേ. എനിക്കിനി ഏറ്റി നോക്കണ്ട. അതെന്താടാ നിന്റെ ഏറ്റി നോക്കിയാ? നിനക്ക് ഇപ്പൊ ATM നോക്കിയിട്ട് RNF OCT നോക്കിയിട്ട് HFA ചെയ്ത് റിപ്പോർട്ടും കാണിച്ചിട്ട് പോയാൽ മതി കേട്ടോടാ. എന്താ ഈ കത്തി വേഷത്തില്? അതെന്താ ഇത്ര സിമ്പിൾ ആയി ഡ്രസ് ചെയ്യുന്ന പെൺകുട്ടികളെ ആൺകുട്ടികൾക്ക് ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? അയ്യടാ, അതിനിവിടെ ആണുങ്ങൾ എവിടെ? വാ കാണിക്കാം. കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്തടിയ ഒരു വഴി? അതെ, മുഖം ഒന്ന് കാണാമായിരുന്നു. ഹേയ്, എനിക്കിനി മുഖം കാണണമെന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ. എനിക്കും. അയാൾ ഇങ്ങോട്ട് തിരിയുമ്പോ നിങ്ങൾ എല്ലാരും അങ്ങ് മാറി നിന്നേക്കണം. അവനെ എന്നെ മാത്രം കണ്ടാ മതി. ഓക്കെ. അയ്യടാ, ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ, ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ. എന്തുവാടെ എല്ലാരും കൂടി ഇവിടെ കിടന്നും ബഹളം? വാർഡിലെ പേഷ്യൻസിനൊന്നും ഒരു സ്വസ്ഥതയും കൊടുക്കൂലേ? ബഹളമല്ല മാഡം, മ്യൂസിക്കാ. മ്യൂസിക് വരുന്ന ദൃഷ്ടിക്കായിട്ടുള്ള പ്രാക്ടീസാ. ഓ, ഈ കഴുതരാഗമാണോ മ്യൂസിക്? മേലാൽ ഇവിടെ ഒരെണ്ണത്തിന്റെ ശബ്ദം കേട്ടാൽ എല്ലാത്തിന്റെയും കോൺഫറൻസ് ലീവ് ഞാൻ സസ്പെൻഡ് ചെയ്യും. ശല്യങ്ങള്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ് HODമാരും ട്രാൻസ്ഫർ ആയിപ്പോയി. കാസർഗോഡ്, ഇടുക്കി, വയനാട് സ്പെഷ്യൽ ഓർഡർ വന്നിട്ട് പോലും ഇവർ പോയില്ലല്ലോ. നമ്മുടെ യോഗം. നിങ്ങളെ ഫ്രണ്ട്സായി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ബോറടിച്ചേനെ. സത്യത്തിൽ എൻ്റെ ഈ സിറ്റിയിലോട്ടുള്ള വരവിന് ഒരു റീസൺ ഉണ്ട്. എന്താ സിജു? എനിത്തിങ് സീരിയസ്? എൻ്റെ ചേട്ടൻ സേതുമാധവൻ ഈ ക്യാമ്പസിൽ ഒരു റെസിഡന്റ് ആയിരുന്നു. കാര്യം പുള്ളി ഒരു നൊമാഡ് ടൈപ്പാണ്. പക്ഷെ കഴിഞ്ഞ 2 മാസമായിട്ട് ചേട്ടൻ്റെ യാതൊരു വിവരവും ഇല്ല. പറ്റുന്ന പോലെയൊക്കെ അന്വേഷിച്ചെങ്കിലും ഒരു തെളിവും കിട്ടിയിട്ടില്ല. പിന്നെ പോലീസിനെയൊക്കെ ഇൻവോൾവ് ചെയ്ത് കോംപ്ലിക്കേറ്റ് ആക്കുന്നതിന് മുമ്പ് ഞാനും ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. സിജു വിഷമിക്കണ്ട, ഞങ്ങളില്ലേ കൂടെ. ഞങ്ങൾക്കറിയാത്ത ഒരു മൂലയില്ല ഈ ക്യാമ്പസിൽ. വാ, നമുക്കിപ്പൊ തന്നെ സൂപ്രണ്ട് ഓഫീസിലേക്ക് പോകാം. ആലിസ് ചിറക്കൽ മാഡത്തിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ആലിസ് ചിറക്കൽ മാഡം ഉണ്ടോ? ഇല്ല, ഉണ്ടില്ല. ഉണ്ണപ്പോണേ ഉള്ളൂ. എന്താ പറഞ്ഞോണ്ടാ? കിന്നരിക്കാതെ കാര്യം പറയടോ. അല്ല, എല്ലാരും പറഞ്ഞു. എന്ത് പറഞ്ഞു?
മാഡം വളരെ നല്ലൊരു ലേഡിയാണെന്നും വിഷമം പറഞ്ഞ മനസ്സലിയുമെന്നും. വിവരമില്ലാത്തവരാണേലും സത്യം പറയൂ. അല്ല, എന്താ നിങ്ങളുടെ വിഷമം? ഇത് ഡോക്ടർ സിജു. അതാ നിങ്ങളുടെ വിഷമം? മാഡം, ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ സേതുവിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ഈ സിജു സേതുവിന്റെ ബ്രദറാണ്. 6 മാസം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അവൻ ആരുമായിട്ടും വലിയ കമ്പനിയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ലീവ് എടുത്തപ്പോഴും റീസൺ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവനിവിടെ ആകെ കൂട്ട ഡോക്ടർ അനശ്വരയായിരുന്നു. ഡാക്ടർ പോസ്റ്റിംഗിലായിരുന്ന അവളും പെട്ടെന്ന് അങ്ങ് വരാതായി. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേ. എന്താടോ ഇവിടെ ഒരു ചുറ്റിക്കളി? ഏയ് ഒന്നുമില്ല മാഡം. ഇന്ന് നേരത്തെ ഇറങ്ങിയോ തിയേറ്ററിൽ നിന്ന്? എന്ത് പറയാനാ, കുറെ കേസ് പോസ്റ്റ്പോണായി. ഇൻസ്ട്രുമെന്റ്സ് പലതും സ്റ്റോക്ക് ഔട്ട്. റിക്വസ്റ്റ് കൊടുത്ത് ഓഫീസ് കയറി ഇറങ്ങി ഞാൻ മടുത്തു. മാഡത്തിന് എന്നാ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടൂടെ? എന്നാലേ ഇതിനൊക്കെ ഒരു തീരുമാനമാവൂ. പൊന്നു മോനെ, എന്നിട്ട് വേണം ഉള്ള പെൻഷൻ കൂടി ഇല്ലാണ്ടാവാൻ. ഞാൻ ഇങ്ങനെ സ്വന്തം ജോലിയും ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കുന്നത് നിനക്കത്ര പിടിക്കുന്നില്ല അല്ലേ? എന്തായാലും ഒരു കാര്യം നീ ഓർത്തോ, ഇവൾ ചില്ലറപ്പുള്ളിയല്ല. നമ്മുടെ CA ഇല്ലേ, ജോർജ് സാറിന്റെ മോളാ. പണി മേടിക്കാതെ സൂക്ഷിക്കണം. ഹലോ. അല്ല, ഡോക്ടർമാരെല്ലാരും കൂടെ എന്താ ഈ വഴിക്ക്? ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ സേതുവിനെ കാണാനില്ല. അതിനെപ്പറ്റി സാറിനോടൊന്ന് സംസാരിക്കാൻ. ഞാൻ പ്രഭാകർ, ഗീത പ്രഭാകരന്റെ ഭർത്താവ് ഫ്രം USA. ഞങ്ങളുടെ വരുണിനെ കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ഓരോ ഡോർബെൽ അടിക്കുമ്പോഴും ഓരോ ഫോൺ റിംഗ് ചെയ്യുമ്പോഴും ചേട്ടാ, ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടോ, ഞാൻ SI സഹദേവനല്ല, CI ജോർജ് ആണ്. വെക്കട ഫോൺ. ആ, അപ്പൊ പറഞ്ഞു വന്നത്, എന്തെങ്കിലും പരാതി ഉണ്ടേലേ എഴുതി തന്നിട്ട് പോയിക്കോ, ഞങ്ങൾ നോക്കാം. പക്ഷെ സാർ, അവൻ സാറിന്റെ മോളുമായിട്ട് പ്രണയത്തിലായിരുന്നു. നിർത്തി. 36 വർഷമായിട്ട് ഈ ജോർജ് പോലീസ്. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു റിഗ്രറ്റും എനിക്കില്ലടി. ഇനി 3-4 ദിവസം കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലുമായിട്ട് ഞാൻ ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെ ആണ്ടി. എന്നാ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കോളാം. ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ സാറിന്റെ സഹായമൊന്നും വേണ്ടല്ലോ. എന്റെ പൊന്നു പിള്ളേരെ ചതിക്കരുത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ സിജുവിനും സേതുവിനും പണ്ടേ അവരുടെ അപ്പം വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരു ചേട്ടനുണ്ട്, സ്റ്റീഫൻ നെടുമ്പള്ളി. ആ പുള്ളി വരണേലേ 4 സൈഡ് ഹെലികോപ്റ്ററും 500 AK-47 ഷൂട്ടിങ്ങും ഒക്കെ വേണം. തൽക്കാലം അത്ര ബഡ്ജറ്റില്ല. KSOS തൊട്ട് തരുകയുമില്ല. വേറൊരു മാസ് ചേട്ടനായ കുഴപ്പമുണ്ടോ? എന്നാ ആയിക്കോട്ടെ. ആരാ ആള്? ആട് തോമ. സേതു, സിജു, തോമ അങ്ങോട്ട് ചേരുന്നില്ലല്ലോ ഡയറക്ടറെ. അതേ, ഇന്റർകാസ്റ്റ് മാരേജാ. അച്ഛൻ അന്തോണി നായര്. ഓ ഓ ഓ, അമ്മ മേരി തമ്പുരാട്ടി അല്ലേ? പിടി കിട്ടി. സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആട് തോമ. ഞാൻ തോമ, ആട് തോമ. എടാ പോലെയാടി മോനെ, നീ കൊച്ചിന്ന് ആളുകൾ ഇറക്കി എന്നെ തല്ലിക്കോ. ലോകസുന്ദരം
എന്താ മാലയൊക്കെ ഇട്ടിട്ട് കണ്ടാൽ ആരും കൊതിച്ചു പോകും അല്ലേ? ഇത് എന്റെ പുതിയ അവതാരം. ഇത് തൊട്ടാ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. സോറി, ആ ചേട്ടനാണ് ഈ സാക്ഷാൽ ആട് തോമ. പോലീസുകാരെ മുണ്ടൊരിഞ്ഞു ചുറ്റി കിണറ്റിലിടലാണ് അവൻ്റെ ഹോബി. എൻ്റെ റിട്ടയർമെന്റ് കുളവാക്കാൻ ഞാനില്ല. അതുകൊണ്ട് ആ കാര്യം അറിഞ്ഞ ഉടനെ ഞാൻ രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിച്ചു. എന്നിട്ട് എന്നെ നാറ്റിക്കാതെ വല്ല യൂറോപ്പിലും പോയി സെറ്റിൽ ചെയ്യാൻ പറഞ്ഞയച്ചു. ഇപ്പൊ UK നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. സംശയം ഉണ്ടോ ചോദിച്ചോ. വിഷമിക്കേണ്ട മോനെ സിജു, അവര് സേഫാണ്. Unlimited data